നമസ്കാരം. ADGP MR അജിത് കുമാർ ആരെ കാണാൻ പോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. CPM-മായി അതിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ADGP-യും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയത് ശരിക്കും ചില വലതു മാധ്യമങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു വിവാദത്തിലും CPM-ന് തലയിടാനുള്ള സമയമില്ലെന്നും തൃശൂർ പൂരം കലക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് ADGP RSS നേതാവിനെ കണ്ടുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെയാണ് താൻ അസംബന്ധമെന്നും പറഞ്ഞതെന്നും ADGP ആരെ കാണാൻ പോകുന്നതും തങ്ങൾക്ക് പ്രശ്നമല്ല എന്നും CPM-ന്റെ BJP-യോടുള്ള നിലപാട് ഇവിടെ എല്ലാവർക്കും അറിയാമെന്നും തൃശൂരിൽ BJP ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നുള്ളതും ഇവിടെ പകൽ പോലെ സത്യമാണ്. അത് കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണെന്നും MP ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന രീതിയാണ് നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പോലീസിനെതിരായ പരാതി അറിയിക്കാൻ വാട്സപ്പ് നമ്പർ വെച്ച PV അൻവറിന്റെ പ്രവൃത്തിയിൽ യാതൊരുവിധ തെറ്റും കാണുന്നില്ലെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി MP ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുണ്ടായി. ഇന്നലെ തന്നെ സഖാവ് അൻവർ MLA തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നല്ലോ. കേരള പോലീസിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്നും അവർ എത്ര ഉന്നതരായാലും നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അത്തരക്കാരെ സമൂഹ മധ്യത്തിൽ എത്തിക്കുക എന്ന കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ടാണ് MLA ഈ പോരാട്ടത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നതെന്നും നല്ലവരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുള്ള പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിക്കൊണ്ട് പോലീസിലെ ഒരു ചെറിയ വിഭാഗം ക്രിമിനലുകൾ ജീവിതം തകർത്ത നിസ്സഹായരായ നിരവധി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചു. ADGP MR അജിത് കുമാർ, മലപ്പുറം SP സുജിത് ദാസ് എന്നിവർ ഇതിൽ പ്രമുഖരാണെന്നാണ് വ്യക്തിപരമായ അൻവർ MLA വിശ്വാസം. സംസ്ഥാനത്ത് നടന്ന പല ക്രൈമുകളിലും ഇവർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന കൃത്യമായ ബോധ്യവും അദ്ദേഹത്തിനുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഊണും ഉറക്കവും ഇല്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വൻ സ്വർണ്ണക്കടത്തും കൊള്ളയും അടുത്തിടെയായി നടക്കുന്നുണ്ട്. മലപ്പുറം മുൻ SP സുജിത് ദാസും സംഘവുമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നും സ്വർണം പൊട്ടിക്കലിനൊപ്പം നിയമപരമായി സ്വർണം കൊണ്ടുവരുന്ന ആളുകളെ വരെ ഇവർ കൊള്ളയടിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമെന്നും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറാൻ തയ്യാറായിട്ടുള്ളവർക്കൊക്കെ MLA ബന്ധപ്പെടാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പോലീസിലെ ഒരു ചെറിയ വിഭാഗം നടത്തിയിട്ടുള്ള ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികളെ പറ്റി വിവരം നൽകാൻ കഴിയുന്ന ആളുകൾ ധൈര്യത്തോടെ മുൻപോട്ട് വരികയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം ആത്മവിശ്വാസം നൽകുന്നുമുണ്ട്. ഇത്തരം വിവരങ്ങൾ കൃത്യമാണെങ്കിൽ അവർക്കൊപ്പം തന്നെ ഈ സർക്കാർ ഉണ്ടാകുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങളും സുരക്ഷയും തങ്ങൾ നൽകുമെന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ MLA വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി അതിന് തയ്യാറായി വരുന്നവർക്ക് ഈ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാമെന്നും അദ്ദേഹം വ്യക്തമാക്കി.